പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്കാരം. എൻ്റെ കുട്ടിക്കാലം വളരെ സംഭവ ബഹുലമായിരുന്നു. അതിനെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പയ്ക്ക് ഞങ്ങൾ 3 ആൺകുട്ടികളായിരുന്നു. പ്രകാശ്, സത്യൻ, ഞാൻ രണ്ടാമൻ, മൂന്നാമത്തെ ആൾ ജീവൻ സത്യൻ. അപ്പോൾ 3 ആൺകുട്ടികളുള്ള ഒരു വീട്ടിൽ സ്കൂൾ കഴിഞ്ഞ് വന്നാലുള്ള സ്ഥിതി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ മൂത്ത ആൾ എൻ്റെ ചേട്ടൻ പ്രകാശ് ചേട്ടൻ, അദ്ദേഹം വളരെ ഒരു റിസർവ്ഡ് ക്യാരക്ടറായിരുന്നു. കൂടുതൽ അങ്ങനെ വെളിയിലിറങ്ങി ഇങ്ങനെ കളിക്കാനും ഓടിക്കളിക്കാനും അങ്ങനെ ഒന്നും കാര്യത്തിന് വരാറില്ല. അദ്ദേഹത്തിന് കൂടുതലും വായിക്കാനോ അല്ലെങ്കിൽ ഇൻഡോർ ഗെയിംസ് കളിക്കാനൊക്കെയുള്ള താല്പര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അനിയനും ഞാനും മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയണ്ട, അവിടെയെല്ലാം ഇളക്കി മറിക്കും. ഞങ്ങളന്ന് താമസിച്ചിരുന്നത് പട്ടത്ത് PMGക്ക് അടുത്തുള്ള മമ്മിയുടെ കുടുംബ വീട്ടിലാണ്. സാലയം ബംഗ്ലോ എന്നായിരുന്നു ആ വീട്ടിൻ്റെ പേര്. എൻ്റെ അപ്പൂപ്പൻ, മമ്മിയുടെ പപ്പ, ശ്രീ JR ജെയിംസ്, അദ്ദേഹം ഒരു എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു. വളരെയേറെ കാലം ഞങ്ങൾ ഏതാണ്ട് 1965 വരെ അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സ്കൂൾ എല്ലാം അവിടെ നിന്നായിരുന്നു പോയതും വന്നതും. എൻ്റെ 1ാം ക്ലാസ് ഞാൻ പഠിച്ചത് പാളയം പള്ളിയുടെ പ്രൈമറി സ്കൂളിലാണ്. വളരെ രസകരമായ അനുഭവമായിരുന്നു അവിടെയും. സ്കൂളിൽ പോകാൻ താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു. അവിടെ അന്ന് ഒരു പ്രത്യേകത ഞാനിപ്പോൾ ഓർക്കുമ്പോൾ, ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും തയ്യൽ പഠിക്കാൻ ഒരു അവസരം ഒരു അവർ ഒരു ആഴ്ചയിലുണ്ടാകും. അപ്പം അന്ന് നമ്മൾ സൂചി, നൂല്, ചെറിയ തുണികളൊക്കെ കൊണ്ടുപോകണം. നമ്മളെ സൂചിയിൽ നൂല് കോർക്കാനും പിന്നെ കർച്ചീഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ തയ്ക്കാൻ, ബട്ടൺ തയ്ക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കുമായിരുന്നു. സത്യമായ ജീവിതത്തിൽ വളരെ ഒരു ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം. എൻ്റെ 2ഉം 3ഉം ക്ലാസ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്തെ അന്നും ഇന്നും പ്രശസ്തമായ ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിലായിരുന്നു. 4ാം ക്ലാസ് വരെ അവിടെ ആൺകുട്ടികൾക്ക് ഉള്ളൂ. 3ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സർക്കാരിൻ്റെ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ അതിലേക്ക് ജോയിൻ ചെയ്തു. വളരെയേറെ പ്രശസ്തമായ ഒരു സ്കൂൾ തന്നെയായിരുന്നു മോഡൽ ഹൈസ്കൂൾ. മോഡൽ സ്കൂളിൽ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ, ഈ 4ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ, എൻ്റെ ക്ലാസ് ടീച്ചർ മാസിലാമണി സാറായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു. താഴെ മെയിൻ ബിൽഡിങ്ങിൻ്റെ എല്ലാം താഴത്തെ തട്ടിലാണ് ഈ സ്കൂൾ, ഈ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഓർത്ത് വേറൊരു കാര്യം, അന്ന് അവിടെ കുട്ടികൾക്ക് അന്ന് മുതലേ ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല. അവിടെ ഞങ്ങളുടെ ക്ലാസ് ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തൊരു കൊച്ചു ബിൽഡിംഗ് ഉണ്ട്. അവിടെ വലിയൊരു വിൻഡോ ഉണ്ട്. അവിടെ രാവിലെ 11 മണി മുതൽ ഞങ്ങൾക്ക് ചൂടുള്ള ചുക്ക് വെള്ളം സപ്ലൈ ചെയ്യുമായിരുന്നു. അതിന് ചുക്കുസ്വാമി എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. നമ്മളവിടെ ചെന്ന ഉടനെ ആ ഗ്ലാസ്സിൽ പിന്നെ വെള്ളം എടുത്തു തരും. ഞങ്ങൾ ഒഴിച്ച് കുടിക്കും. അവിടെ ഗ്ലാസ് വെച്ചിട്ട് ഓടും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഉച്ച സമയത്തും ഏതാണ്ട് വൈകുന്നേരം വരെ അത് അവിടെ അവൈലബിളായിരുന്നു. പിന്നെ ഈ 3ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഒരു അത്യാഹിതം സംഭവിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ
ക്ലാസ് കഴിഞ്ഞ് ഒരു ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് കയറിക്കഴിഞ്ഞാൽ ഒരു പാത, അത് സ്കൂളിൻ്റെ രണ്ടാമത്തെ ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന ഒരു പാതയാണ്. ആ പാത കഴിഞ്ഞാൽ ഒരു വലിയൊരു കുന്നാണ്. ആ കുന്നിൻ്റെ മുകളിലാണ് അന്ന് ഹൈസ്കൂൾ കെട്ടിടം ഉണ്ടായിരുന്നു. പടി കയറി പോകാൻ ഉള്ള പടിയും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഉച്ചയ്ക്ക് കളിക്കുമ്പോൾ ഈ കുന്നിൽ ഓടിക്കയറുക എന്നുള്ള വലിയൊരു സാഹസികമായ ഒരു കാര്യമായിരുന്നു. ഞങ്ങൾ കുറേ കുസൃതി കുട്ടികളെല്ലാവരും ചേർന്ന് പന്തയം വെച്ച് ഓടി അതിൽ കയറിയിട്ട് തിരിച്ച് താഴെ ഇറങ്ങും. അപ്പം അങ്ങനെ ആദ്യം കയറി ഇറങ്ങുന്ന ആൾ ഫസ്റ്റ് എന്ന് ഡിക്ലെയർ ചെയ്യും. അന്ന് ഒരിക്കൽ ഞാൻ വളരെ ശ്രമപ്പെട്ട് ഓടിക്കയറി മുകളിലെത്തി ഏതാണ്ട് ഒന്നാമനായിരുന്നു എന്നാണ് തോന്നുന്നത്. തിരിച്ച് ഞാൻ ഓടി താഴോട്ടിറങ്ങുമ്പോൾ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, ആളിനെ ഞാൻ പറയുന്നില്ല, കാലെടുത്ത് നീട്ടി വെച്ചു. ഞാൻ ആ കാലിൽ തട്ടി ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെ അറ്റം വരെ ചിറകി വന്നു. താഴെ എത്തിയപ്പോൾ കുട്ടികളെല്ലാവരും ഓടി വന്നു, എന്നെ പിടിച്ച് പൊക്കി. അപ്പം ഞാൻ എണീറ്റ് നിന്നപ്പോൾ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ കാലിൻ്റെ മുട്ടുകളിൽ കൊച്ചു ചരല് കല്ലൊക്കെ ഒട്ടിയിരിപ്പുണ്ട്. ഇവിടെയെല്ലാം മുറിഞ്ഞു, പ്രശ്നമായി. വന്നു, കുട്ടികളൊക്കെ നിർബന്ധിച്ചു, വന്നു പൈപ്പിൽ വന്ന് കാല് കഴുകി ഭയങ്കര നീറ്റിൽ ക്ലാസ്സിൽ വന്നിരുന്നു. അധ്യാപകനോടൊന്നും പറഞ്ഞില്ല. ക്ലാസ് വന്നു ഇരുന്നു. ക്ലാസ് കഴിഞ്ഞു. 3:30 മണിയായപ്പോൾ ഞങ്ങൾ സാധാരണ ജ്യേഷ്ഠനും അനിയനും ഞങ്ങൾ 3 പേരും 3 ക്ലാസ്സിൽ നിന്ന് നേരെ ഫ്രണ്ടിലെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും. അപ്പോൾ മമ്മി കാറിൽ വരും. ഞങ്ങളെ കാറിൽ കയറ്റി കൊണ്ടുപോകാറുണ്ട്. അന്ന് എനിക്ക് 3:30 മണിയായി കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചു, ക്ലാസ് വിട്ടു. കുട്ടികളൊക്കെ ഇറങ്ങി പോകാൻ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ 2 കാലിലും വല്ലാണ്ട് നീരടിച്ചിട്ട് എണീക്കാനോ നടക്കാനോ കാല് മടക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥ. ഞാനപ്പോൾ ക്ലാസ്സിൽ തന്നെ ഇരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ കാണാത്തതുകൊണ്ട് ഞങ്ങളുടെ ഡ്രൈവർ, ഇപ്പോഴും ഓർക്കുന്നു അയാളെ, സ്റ്റാൻലി എന്ന ഡ്രൈവർ, സ്റ്റാൻലി റോബിൻസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഇദ്ദേഹം ക്ലാസ്സിൽ അന്വേഷിച്ച് വന്നു. അന്ന് ചോദിച്ചു, എന്ത് പറ്റി, എന്താ ഇവിടെ ഇരിക്കണേ, എന്താ ഫ്രണ്ടിലോട്ട് വരാത്തത്? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ശനി ഞാനൊന്ന് വീണു, കാലൊക്കെ മുറിഞ്ഞ് ഭയങ്കരമായിട്ട് നീരടിച്ചു, കാല് മടക്കാനൊന്നും വയ്യ, നല്ല വേദന. ശാനി പറഞ്ഞു, ഒന്നും വേണ്ടിയില്ല, വന്ന് പുസ്തകമൊക്കെ എടുത്ത് എന്നെ നേരെ തോളിലെടുത്ത് സ്കൂളിലേക്ക് കാറിലേക്ക് കൊണ്ടുവന്നു. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അന്ന് വീട്ടിൽ വന്നത് ഞാൻ ഓർക്കുന്നു. 4-ാം ക്ലാസ് കഴിയാറായപ്പോഴേക്കും ഒരു ദിവസം ഒരു നോട്ടീസ് കൊണ്ടുവന്നു. വായിച്ചു. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് 5-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അഡ്മിഷൻ വേണമെന്നുള്ള കുട്ടികൾക്ക് ഇന്ന ദിവസം ഒരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ എഴുതി പാസ്സാകുന്നവർക്ക് മാത്രമേ 5-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പ്രൊമോഷൻ കിട്ടും. ഒരുപാട് കുട്ടികൾ എഴുതി, ഞാനും എഴുതി. കുറേ കുട്ടികൾ കിട്ടിയവരുടെ ലിസ്റ്റ് ഇട്ടു. അങ്ങനെ 5-ാം ക്ലാസ് മുതൽ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. 5, 6, 7-ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ ACC എന്നുള്ള ഒരു സംഘടന, ഓക്സിലറി കേഡറ്റ് കോർ, NCC പോലെ മറ്റൊരു സംഭവം. അതിൽ കാരണം അന്ന് 7-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് NCCയിലേക്ക് അഡ്മിഷൻ ഇല്ല, 8 മുതലേ കിട്ടുള്ളൂ. പക്ഷേ ആ ഒരു വർഷം ഞാൻ ACCയിൽ ജോയിൻ ചെയ്തു. അതിൽ റെഗുലറായിട്ട് പോകാനൊക്കെ തുടങ്ങി. 8-ാം ക്ലാസ്സിലായപ്പോൾ എനിക്ക് NCCയിൽ സീനിയർ ഡിവിഷനിലേക്ക്, അന്ന് ഇച്ചിരി പൊക്കവും തടിയും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് NCCയിൽ സീനിയർ ഡിവിഷൻ, അത് ജൂനിയർ ഡിവിഷനും സീനിയർ ഡിവിഷനും ഉണ്ട്. സീനിയർ ഡിവിഷനിലേക്ക് എൻ്റെ ഡയറക്റ്റായിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. അന്ന് മുതൽ ഞാനൊരു NCC കേഡറ്റായിരുന്നു. എൻ്റെ
യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ BA ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഞാനൊരു NCC കേഡറ്റായിരുന്നു. ഒരു ഓർഡിനറി കേഡറ്റായിട്ട് ചേർന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പിന്നെ പഠിക്കുമ്പോൾ ഞാൻ വാസ്തവം പറഞ്ഞാൽ അതിൽ പ്രൊമോഷൻ കിട്ടി. ആദ്യം കോർപ്പറൽ, ലാൻസ് കോർപ്പറൽ, പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞ് അണ്ടർ ഓഫീസറായി. ഞാൻ സീനിയർ അണ്ടർ ഓഫീസർ വരെയായി. NCCയിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ NCCയിൽ B സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ, C സർട്ടിഫിക്കറ്റ് എക്സാമിനേഷനൊക്കെ പാസ്സായി. NCC ക്യാമ്പുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ NCC ക്യാമ്പ് MG കോളേജിൽ, അന്നത്തെ പ്രശസ്തമായ, അന്നും എന്നും പ്രശസ്തമായ MG കോളേജ്, അവിടെ വെച്ചിട്ടായിരുന്നു. ആ ക്യാമ്പിൽ പോകുന്നതിന് തലേ ദിവസം രാത്രി പപ്പ മദ്രാസിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലെത്തി. അപ്പോൾ പപ്പയോട് പറഞ്ഞു, പപ്പ അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ രീതിയിൽ പപ്പ കിടക്കുന്ന മുറിയിൽ ഞങ്ങളൊക്കെ കിടക്കാനുള്ള സമയമാകുമ്പോൾ ഓരോരുത്തരായിട്ട് വന്ന്, അപ്പോൾ എന്താടാ കിടക്കാൻ പോവുകയാണ്, വാ, ഞങ്ങളെ പപ്പ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുണ്ട്. ഞങ്ങൾ പപ്പയുടെയും കവിളിലൊരു ഉമ്മ വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ നാളെ രാവിലെ 7 മണിക്ക് ഞാൻ NCC ക്യാമ്പിൽ പോവുകയാണ്. ശരി, എല്ലായിടത്തും പാക്ക് ചെയ്തൊക്കെ വെച്ചോ? വെച്ചു. ശരി മോനെ, ഓക്കെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പപ്പ കിടന്നു. രാവിലെ എണീറ്റു. അക്കാലത്താണ്, അതുവരെ ലേറ്റായിട്ട് എണീറ്റുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ NCC ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മിയോട് പറഞ്ഞു 5 മണിക്ക് എന്നെ വിളിക്കണം. 5 മണിക്ക് എണീറ്റു. 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ ഉണരാൻ പ്രയാസമൊന്നുമില്ല, പക്ഷേ അത് കഴിഞ്ഞുള്ള സമയം ചിലവാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് ആലോചിക്കുകയായിരുന്നു, അന്ന് പഠിച്ചാൽ മതിയായിരുന്നു അല്ലേ? അന്ന് അങ്ങനെയൊന്നും തോന്നിയില്ല. ഈ 5 മണിക്ക് എണീറ്റിട്ട് പിന്നെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അവിടെയൊക്കെ നടക്കും, വീടിൻ്റെ ചുറ്റും നടക്കും, പല പല പ്രക്രിയകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ രാവിലെ, അന്ന് ക്യാമ്പ് പോകുന്ന ദിവസം രാവിലെ എണീറ്റു, ഡ്രസ്സ് ചെയ്തു, യൂണിഫോമൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് വന്നു. കാറ് പോർച്ചിൽ വന്ന് നിൽപ്പുണ്ട്, ഡ്രൈവറുണ്ട്. അങ്ങനെ എൻ്റെ കിറ്റ് ബാഗ് കാറിൽ വെച്ചു. അപ്പോഴത്തേക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ പപ്പ എണീറ്റൊരു ഷർട്ടൊക്കെ ഇട്ടുണ്ട്, ബട്ടണൊക്കെ ഇട്ട് വന്നു. ഡ്രൈവറോട് പറഞ്ഞു, മോനെ ഞാൻ കൊണ്ട് വിട്ടോളാം, തന്നോട് നിന്നോളൂ. അപ്പോൾ കാർ ഓടിച്ചു. അപ്പോൾ കാർ ഓടിക്കുന്നൊരു രസമാണ്, ഞാൻ അന്ന് മുതൽ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ സാധാരണ സ്റ്റിയറിങ്ങിൽ 2 സൈഡിലോ താഴെയോ, ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഒരു കൈ കൊണ്ടാണല്ലോ ഓടിക്കുക. ഒരു കൈ സ്റ്റിയറിങ്ങിൽ വയ്ക്കും, മറ്റേ കയ്യിൽ എന്താ പറയുക, ഗിയർ ഇടാനും വെറുതെ ഇരിക്കാനും ചൊറിയാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കൈ. പപ്പയാണെങ്കിൽ കാർ ഓടിച്ചിരുന്നത് 2 കൈയും മേളിൽ വെച്ചിട്ടാണ്, സ്റ്റിയറിങ്ങിൻ്റെ മേളിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അത് പുള്ളിക്കൊരു രസം, പുള്ളിയുടെ ഒരു മാനറിസം എന്ന് പറയാം. പിന്നെ പപ്പ എന്നും വാച്ച് കെട്ടിയിരുന്നത് വലത്തെ കയ്യിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലരും. അപ്പോൾ എന്തുകൊണ്ടോ എനിക്കും അത് വളരെ ഇഷ്ടമായിട്ട് തോന്നി. അന്ന് മുതൽ ഞാൻ വാച്ച് കെട്ടാൻ തുടങ്ങിയ കാലം മുതൽ, എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിൽ വെച്ചാണ് പപ്പ ആദ്യമായിട്ട് എനിക്കൊരു വാച്ച് മേടിച്ചത്. സെറി മാക്സ് എന്നാണ് ആ വാച്ചിൻ്റെ പേര്. പിന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ സീക്കോ എന്ന് പറഞ്ഞിട്ടൊരു വാച്ച് ഉണ്ടായിരുന്നു. അത് വളരെ ഫേമസ് ആയ ഒരു ജാപ്പനീസ് വാച്ച്. പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ട് അന്നും ഇന്നും ഈ വലത്തെ കയ്യിലാണ് വാച്ച് കെട്ടാറ്. ചുമ്മാ ഒരു രസം, ഒരു പ്രത്യേകതയില്ല. പലരും ഇടത്തേക്ക് കൊണ്ട് ടൈം നോക്കുമ്പോൾ ഞാൻ വലത്തേക്ക് കൊണ്ട് നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, NCC ക്യാമ്പിൽ എന്നെ വിടാനായിട്ട് പപ്പ കാർ ഓടിച്ച് പോവുകയാണ്. അപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, മോനെ നീ പോകുന്ന ഈ NCC ക്യാമ്പിൽ പല കുടുംബങ്ങളിൽ നിന്ന്
പല സാഹചര്യങ്ങളിൽ വളർന്ന പലതരം കുട്ടികൾ ഉണ്ടാവും. പക്ഷേ നീ ഒരു കാര്യം മാത്രം എപ്പോഴും ഓർക്കണം, ക്യാരക്ടർ ഈസ് ബ്യൂട്ടി, സ്വഭാവമാണ് സൗന്ദര്യം എന്ന്. സത്യം പറഞ്ഞാൽ അന്ന് അതിൻ്റെയൊക്കെ വില അത്രയധികം എനിക്ക് മനസ്സിലായിരുന്നില്ല, എൻ്റെ ആഴവും പരപ്പും ഒക്കെ. എങ്കിലും ജീവിതത്തിൽ ഇന്നും പപ്പ പറഞ്ഞ ആദ്യം തന്ന ആ ഉപദേശം ജീവിതത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, കഴിയുന്നതും അത് പരിപാലിക്കാറുണ്ട്. വാസ്തവത്തിൽ ആ ക്യാമ്പിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കി. കൊച്ചു കൊച്ചു കുട്ടികൾ, എൻ്റെ അത്ര പോലും പൊക്കമില്ലാത്ത കുട്ടികൾ, അവിടെ NCC ക്യാമ്പിലൊരു ക്യാൻറ്റീൻ ഉണ്ടാവും. ആ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി അന്നത്തെ കാലത്ത് 10 പൈസ ഇട്ടാൽ ഒരു സിഗരറ്റ് കിട്ടും. ഈ പലർക്കും ഈ സിഗരറ്റ് കത്തിക്കേണ്ടത് എവിടെയാണെന്ന് പോലും അറിയാത്ത കുട്ടികളാണ്. അവരത് വാങ്ങിച്ച് വലിക്കുന്നത് ഞാൻ കണ്ടു, രസം തോന്നി. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു സ്മോക്കിംഗ്, പുകവലി എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടായില്ല. വേണ്ട എന്ന് വെച്ചു, ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ, അത് ഓഫ് കോഴ്സ് നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് മാത്രം. മക്കൾ സിനിമയിൽ സിഗരറ്റ് വലിക്കുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ടാക്സി ഡ്രൈവർ സിനിമയിൽ ബീഡിയും കത്തിച്ച് വലിക്കുന്നുണ്ട്, സിഗരറ്റ് കത്തിച്ച് വലിക്കുന്നുണ്ട്. പിന്നെ മധുസാറിൻ്റെ ശുദ്ധികലശം എന്ന സിനിമയിൽ, ശ്രീ പി ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്ത ആ സിനിമയിൽ സിഗരറ്റ്, പൈപ്പ്, സിഗാർ ഇതൊക്കെ വലിക്കുന്നുണ്ട്. അത് അവിടെ വെച്ച് ആ ഷോട്ടിന് വേണ്ടി നമ്മൾ എടുക്കുന്നു, വലിക്കുന്നു, അവിടെ കളയുന്നു. അതിനപ്പുറം എൻ്റെ ജീവിതത്തിൽ അതിന് പങ്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് മദ്യപാനവും കേട്ടോ, ഉണ്ടായിട്ടില്ല. അതിനെപ്പറ്റി പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേറെ അങ്ങനെയുള്ള ആ NCC ക്യാമ്പ് കഴിഞ്ഞു വന്നു. പിന്നെ പല NCC ക്യാമ്പുകളിലും അഡ്വാൻസ് ലീഡർഷിപ്പ് കോഴ്സ്, അങ്ങനെയൊക്കെയുള്ള പല ക്യാമ്പുകളിലും ദേശീയ ലെവലിൽ പോലും ഞാൻ പോയിരുന്നു. എനിക്ക് താല്പര്യമായിരുന്നു. അപ്പോൾ പപ്പയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം പപ്പ മരിച്ചിട്ട് ഏതാണ്ട് 40 വർഷം കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അത് ഇൻ്റർവ്യൂ ചെയ്തത് ശ്രീ സുരേഷ്. നമ്മൾ ഒക്കെ അദ്ദേഹത്തിന് പാട്ടുപ്പെട്ടി സുരേഷ് എന്നുള്ള നാമകരണം ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്താണ് അന്നും ഇന്നും. അദ്ദേഹമാണ് ഇൻ്റർവ്യൂ ചെയ്തത്. 20 മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം അവരുദ്ദേശിച്ചത്. അരമണിക്കൂർ വരെ പോകാമെന്ന്. പക്ഷേ ഞങ്ങൾ ഇൻ്റർവ്യൂ ആദ്യമായിട്ട് ചെയ്യുന്ന, മനസ്സിൽ തട്ടിയ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ശ്രീ സുരേഷും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട് 45-50 മിനിറ്റ് നീണ്ടുപോയി. അതിൻ്റെ അവസാനം എനിക്ക് ശബ്ദമിടറി, ഗദ്ഗദ കണ്ഠനായി, എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുകൾ നിറഞ്ഞു ഒഴുകി. അന്ന് ആ ഇൻ്റർവ്യൂ അവസാനിച്ചപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ക്യാമറയുടെ ബാക്കിൽ ഒരുപടി പേര്, ആ സ്റ്റാഫും ഈവൻ അവിടുത്തെ MD വരെയും അന്ന് അവിടെ സന്നിഹിതനായി. എന്നോട് വന്ന് പറഞ്ഞു, നന്നായി, വളരെ നല്ല ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇത് പറയാൻ കാരണമുണ്ട്. പിന്നെ ലോകം മുഴുവനും ഇത് വന്നു. ആ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, സതീഷേ, ഈ 40 വർഷം കഴിഞ്ഞിട്ടും, പപ്പ മരിച്ചിട്ട് 40 വർഷം കഴിഞ്ഞിട്ടും പപ്പയെക്കുറിച്ച് പറയുമ്പോൾ, പപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ കരച്ചിൽ വരുമോ എന്ന്.
ഞാൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞു, സുഹൃത്തേ, പപ്പയും ഞങ്ങളുമായിട്ടുള്ള ബന്ധം അത്രയേറെ ആഴമായിരുന്നു. അത്രയും വാത്സല്യനിധിയായ ഒരു പപ്പയായിരുന്നു. ഇനി ഞാൻ ആ കുട്ടിക്കാലത്തേക്ക് ഞാൻ പോവുകയാണ്. പപ്പ, എനിക്കിന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ അനിയനെ സൈക്കിൾ പഠിപ്പിച്ചപ്പോൾ, അന്നും വളരെ പ്രശസ്തനായൊരു നടനാണ്, ഇടയ്ക്ക് വല്ലപ്പോഴുമാണ് വീട്ടിൽ വരാൻ സമയം കിട്ടുന്ന. ഇതിനിടയിൽ പപ്പ അനിയനെ സൈക്കിൾ പഠിപ്പിച്ചപ്പോൾ ബാലൻസ് കിട്ടി മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ആ സൈക്കിളിൻ്റെ സീറ്റിൻ്റെ പുറകിൽ പിടിച്ച് ഏതൊരച്ഛനെ പോലെ വളരെ ദൂരം ഓടി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടാമതായി, പപ്പ എന്നെയും കൊണ്ട് സൈക്കിളിൽ റോഡിലിറങ്ങി. അപ്പോൾ എന്നോട്, ഞാൻ സൈക്കിള് ചവിട്ടുന്നു, കുഴപ്പമില്ലാതെ ചവിട്ടും എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു ദിവസം പപ്പ ഫ്രീ ആയിരുന്ന ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമ്മൾ ഇന്ന് സൈക്കിളിൽ പുറത്ത് പോകാൻ പോവുകയാണ്. അപ്പം നീ നമ്മുടെ സ്റ്റാൻലി, ഞങ്ങളുടെ ഡ്രൈവറുമായിട്ട് ചേർന്ന് താഴെ കടയിൽ പോയിട്ട്, സൈക്കിൾ കടയിൽ പോയി 2 സൈക്കിൾ, ഒരു വലുതും ഒരു ചെറുതും, നീ ചവിട്ടുന്ന ചെറിയ സൈക്കിളും അല്ലാതെ ഒരു വലിയ സൈക്കിളും വാടകയ്ക്ക് എടുത്തു കൊണ്ടുവരാം. അപ്പോൾ ഞങ്ങൾ പോയി ഈ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു. സൈക്കിൾ വാടകയ്ക്ക് എടുത്തൊരു വലിയ സൈക്കിൾ പപ്പയ്ക്കും ചെറിയ സൈക്കിൾ എനിക്കും വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ ആ PMGയിലെ ആ വീട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇടതുവശത്തും പപ്പ വലതുവശത്തുമായിട്ട് സൈക്കിൾ ചവിട്ടി PMG വഴി, മസ്കറ്റ് ഹോട്ടൽ മ്യൂസിയം വഴി, വെള്ളയമ്പലം വഴി കവടിയാറ് വരെ ചവിട്ടിപ്പോയി. അന്ന് ഇന്നത്തെ പോലെയുള്ള തിരക്കൊന്നുമില്ല കേട്ടോ. റോഡിൽ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ പപ്പ ഇന്നും ആ ദിവസം, ഇന്നും ഞാൻ ഓർക്കുന്നു, പപ്പ അന്ന് ആ ദിവസം ഒരു വൈറ്റ് ഷർട്ട് ചെയ്ത് ഒരു വൈറ്റ് പാൻറ്റ് വിട്ട് നടക്കുക. അപ്പോൾ ഞങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്ക് പലരും സത്യൻ എന്നിങ്ങനെ പറയാറുണ്ട്. പപ്പ ഇപ്പോൾ ഒന്ന് കൈ എടുത്ത് വീശി കാണിച്ചിട്ട് ചിരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാറ്. കവടിയാർ എത്തിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. വെള്ളയമ്പലം കവടിയാർ കൊട്ടാരത്തിൻ്റെ ഏതാണ്ട് അവിടെ വരെ എത്തി. അവിടെ എത്തിയിട്ട് പറഞ്ഞു, ഇനി നമുക്ക് തിരിച്ചു പോവാം. അവിടെ സൈക്കിള് തിരിച്ചു, വണ്ടികളൊന്നും ഇല്ലാതെ കണ്ടു, മനസ്സിലാക്കി. ഇതിനിടയ്ക്ക് പപ്പ ട്രാഫിക് നിയമങ്ങൾ, എങ്ങനെ പാലിക്കണം, കാര്യങ്ങളതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ കവടിയാർ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തിരിഞ്ഞതും ഞാൻ സൈക്കിള് മറിഞ്ഞു വീണു. ഞാൻ വീണത് പപ്പയുടെ സൈക്കിളിൻ്റെ പുറത്തോട്ടാണ്. അത്ര അടുത്ത് ഇവിടെ വരുന്ന സൈക്കിളായതുകൊണ്ട് ആ സൈക്കിളിൻ്റെ പുറത്തോട്ട് മറിഞ്ഞു വീണു. പപ്പയും വീണു. ഞങ്ങൾ രണ്ടും പപ്പ താഴെ റോഡിൽ വീണില്ല, പപ്പ ചാടി ഇറങ്ങി, ഞാൻ വീണു. അതിനെ പപ്പ വന്ന് എണീറ്റ് സൈക്കിളൊക്കെ നൂത്ത് വെച്ച്, അപ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ സ്റ്റാൻഡൊന്നിങ്ങനെ അതിൻ്റെ ഹാൻഡിൽ ഒന്ന് ചരിഞ്ഞു. അതിനെയൊക്കെ നൂത്ത് വെച്ച് ഒന്നും സംഭവിച്ചു. സാരമില്ലടാ, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്, എന്തായാലും വീട്ടിൽ പോയിട്ട് മമ്മിയോട് പറയണ്ട കേട്ടോ എന്ന് തമാശം പറഞ്ഞിട്ട് തിരിച്ചവിടെ നിന്ന് ഞങ്ങൾ സൈക്കിൾ ചവിട്ടി വന്നു. ഞാനത് ഓർക്കുന്നു. പിന്നെ ഒരു അവസരത്തിൽ പപ്പ ഞങ്ങൾ രണ്ടുപേരെയും, ചേട്ടനെ എന്നെയും കൂട്ടി, പപ്പയും മമ്മിയും അനിയനെയും ചേർന്ന് SAT ഹോസ്പിറ്റൽ, അന്ന് SAT ഹോസ്പിറ്റൽ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലാണ്, മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിനകത്ത്. അവിടെ കൊണ്ടുപോയതായി ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ രണ്ടുപേരെയും കാറിലിരുത്തിയിട്ട് പപ്പ മമ്മിയെയും കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടറെ കണ്ട് കുറച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. പറഞ്ഞു, മക്കളെ, മമ്മിയും അനിയനും ഇന്നിവിടെയാണ് ഹോസ്പിറ്റലിൽ നിരീക്ഷണത്തിന് വേണ്ടി ഡോക്ടർ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ രാവിലെ തിരിച്ച് വരുള്ളൂ. അപ്പം നമുക്ക് പോവാം
എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാത്ത പോലെ ഇപ്പോൾ കാർ അന്ന് ഞങ്ങൾക്കൊരു ഫിയറ്റ് കാറായിരുന്നു, ഞാനിന്ന് ഓർക്കും. അത് ഫിയറ്റ് കാറെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഡോറ് നടുക്കുന്ന വെളിയിലേക്കല്ല തുറക്കുക, ഫ്രണ്ടിൽ നിന്നാണ് അതിങ്ങനെ തുറക്കുക. അങ്ങനെ ഒരു കാറായിരുന്നു. നമ്മളെ തിരിഞ്ഞാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അത് കാറിൽ കയറി ഞങ്ങളെയും കൊണ്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ഞങ്ങൾ മമ്മിയില്ല എന്നുള്ളൊരു വിഷമം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, കുട്ടികളായിരുന്നുണ്ട്. ഞാനെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അതെ. അപ്പോൾ പപ്പ അന്ന് ഒന്നും സംഭവിക്കുക, അന്ന് വേറെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ പപ്പ പോയി അന്ന് അടുക്കളയിലൊക്കെ പോയി നോക്കി. ഞാൻ ഇടയ്ക്ക് പോയി. അപ്പം ഞാൻ എല്ലായിടത്തും ഓടി നടക്കുന്നൊരു ടൈപ്പാണ്, ഒരിടത്ത് മാത്രം ഇരിക്കില്ല. അടുക്കളയിൽ പോയി കണ്ടത് പപ്പ കലത്തിൽ വെള്ളമൊക്കെ എടുത്ത് അരിയൊക്കെ കഴുകിയിട്ട് കഞ്ഞി വെച്ചു. എനിക്ക് തോന്നുന്നു ചമ്മന്തി പയറൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയറ് നിറച്ച് കഞ്ഞി തന്നു. പപ്പയും കഞ്ഞി കുടിച്ചു. അന്ന് മറ്റൊരു കാര്യം കൂടി ഓർത്തു, എൻ്റെ ഓർമ്മയിൽ ബാക്കിയുള്ളത്. കഞ്ഞി കുടിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാറായപ്പോൾ പപ്പ പറഞ്ഞു, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പം ഞങ്ങൾ, ഫോർ യുവർ ഇൻഫർമേഷൻ, ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസം ഉള്ള കുട്ടികളായിരുന്നു, തന്നെയാണ് വളർന്നത് അന്നും ഇന്നും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞോ പ്രാർത്ഥിക്കാം. ശരി. അന്ന് പപ്പ ബൈബിളിൽ നിന്ന് കുറച്ച് ഒരു ഭാഗം വായിച്ച് കേൾപ്പിച്ചു. അതിനുശേഷം ഒരു പാട്ട് പാടി. നിങ്ങൾക്കറിയാമോ കുട്ടികളെ, ഈ പാട്ടറിയോ? ആ പാട്ട് ഏതായിരുന്നു എന്ന് വെച്ചാൽ, അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും എന്ന് തുടങ്ങുന്ന ആ പാട്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും ചേർന്ന് ആ പാട്ട് പാടി പ്രാർത്ഥിച്ചു ഉറങ്ങി. അപ്പോൾ ജീവിതത്തിൽ ഞങ്ങളുടെ പല കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം നിന്നിരുന്ന ഒരു വാത്സല്യനിധിയായ ഒരു പിതാവായി. അതുകൊണ്ടായിരിക്കണം 40 വർഷം കഴിഞ്ഞല്ല, ഇന്ന് 54 വർഷം കഴിഞ്ഞിട്ടും പപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ മധുരകരമായതും അതേസമയം സങ്കടവും ദുഃഖം വരുന്നതുമായ പല ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇനി വീണ്ടും സ്കൂൾ ജീവിതത്തിലേക്ക് കിടക്കുക. 7ാം ക്ലാസ്സിൽ ഞാൻ ആയിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ACCയിൽ ചേർന്നു. അന്ന് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ PT ചാക്കോ എന്ന മന്ത്രിയുടെ മകൻ PC തോമസ്. അദ്ദേഹം കുറേ കാലം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഹൈക്കോർട്ടിൽ വക്കീലായിട്ട്, ഒരു സീനിയർ അഭിഭാഷകനായിട്ട് ഉണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തും അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അടുത്ത മാസം ഞാൻ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ തമ്മിൽ കാണാം എന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ തോമാച്ചൻ എന്നാണ് ഞങ്ങൾ കുട്ടികൾ വിളിക്കുന്നത്. എന്നെ സ്കൂൾ ജീവിതത്തിൽ മുഴുവനും വിളിച്ചിരുന്നത് സത്യൻ എന്നാണ്. കാരണം എൻ്റെ ക്ലാസ്സിൽ 2 സതീഷുമാരുണ്ടായിരുന്നു. അന്നത്തെ ബഹുമാനപ്പെട്ട പ്രശസ്തനായ ഡോക്ടർ അമ്പാടി, അദ്ദേഹത്തിൻ്റെ മകൻ സതീഷ് ചന്ദ്രനും ഞാൻ സതീഷ് സത്യനും. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, കുട്ടികളെ സതീഷ് എന്ന് വിളിക്കുമ്പോൾ 2 കൂടെ എണീറ്റ് നിൽക്കണ്ട, തന്നെ ഡോക്ടർ അമ്പാടി അദ്ദേഹത്തിൻ്റെ മകനെ സതീഷ് എന്നും എന്നെ സത്യൻ എന്നാണ് ഇനി വിളിക്കുന്നത്. അപ്പോൾ കുട്ടികളും എല്ലാവരും
എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എൻ്റെ കൂടെയുള്ള കുട്ടികൾ അന്നും ഇന്നും സത്യം എന്തോ സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ 3:30 മണിക്ക് ക്ലാസ് വിട്ട് കഴിയുമ്പോൾ അന്ന് ഞങ്ങളുടെ കാറ് പ്രതീക്ഷിച്ച് അന്ന് ഈ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ മോഡൽ സ്കൂളിൻ്റെ നോർത്തേൺ ഗേറ്റിലാണ്. മോഡൽ സ്കൂളിന് ഈസ്റ്റേൺ സൈഡിൽ 2 ഗേറ്റുണ്ട്, നോർത്തേൺ സൈഡിലൊരു ഗേറ്റുണ്ട്, വെസ്റ്റേൺ സൈഡിലൊരു ഗേറ്റുണ്ട്. താഴെ അത് മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ താഴത്തെ ഇന്നത്തെ തമ്പാനൂർ പോകുന്ന ട്രാഫിക് ലൈറ്റിൻ്റെ അവിടെ എത്തുന്ന ഒരു ഗേറ്റാണ്. അപ്പോൾ ഈ നോർത്തേൺ ഗേറ്റിൻ്റെ അവിടെ ഞങ്ങൾ 3 പേരും നിൽക്കും. അപ്പോൾ ഈ തോമാച്ചന് കാറ് വരും അവിടെ, കേരള സ്റ്റേറ്റ് 2 എന്ന് വെച്ച കാറ്. ഞാനിന്ന് ഓർക്കുന്നു, ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളർ പ്ലിമത്ത് കാറായിരുന്നു. അത് ഓടിച്ചു വരുന്നത് ഒരു അതികായനായ നല്ല കപ്പട മീശയൊക്കെയുള്ള യൂണിഫോം ഇട്ട ഒരു ഡ്രൈവർ. നല്ലവനായിരുന്നു. വളരെ സ്നേഹത്തോടെ തോമാച്ചനെ വന്ന് കാറ് കയറ്റിക്കൊണ്ട് പോകാറുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കാറ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കുട്ടികളല്ലേ, പല പല കുസൃതികൾ ഇങ്ങനെ എടുക്കാറ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഞങ്ങളുടെ ക്ലാസ്സിലുള്ള വേലപ്പൻ, ഈ വേലപ്പൻ വരുന്നത് ഒരു സൈക്കിളിലാണ്. അപ്പോൾ ഇയാൾ സൈക്കിളൊക്കെ എടുത്ത് ബുക്കൊക്കെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അങ്ങനെ ബാക്കിൽ കരിയറിലൊക്കെ വെച്ചിട്ട് സൈക്കിളിലൊക്കെ ചവിട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ വേലപ്പ നിൽക്ക് 1 മിനിറ്റ്, ഞാനൊന്ന് സൈക്കിൾ ചവിട്ടിയിട്ട് വരട്ടെ. അപ്പോൾ പപ്പായും മമ്മിയും പറഞ്ഞിട്ടുണ്ട്, വിതൗട്ട് പെർമിഷൻ റോഡിലേക്ക് സൈക്കിളും കൊണ്ട് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, പപ്പയെ അനുസരിക്കണം, മമ്മിയെ അനുസരിക്കണം. അപ്പോൾ സ്കൂളിൻ്റെ അകത്തേക്ക് തന്നെ ഈ സൈക്കിളിൽ പോകാം എന്ന്. അങ്ങനെ ഞാൻ ഈ സൈക്കിൾ വാങ്ങിച്ചു സ്കൂളിൻ്റെ അകത്തേക്ക്. ആ പ്രായത്തിലൊക്കെ ഉള്ളൊരു ആൺകുട്ടിയുടെ കയ്യിൽ സൈക്കിൾ കിട്ടിയാൽ അത് എത്ര സ്പീഡിലായിരിക്കും ചവിട്ടുക എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ സൈക്കിൾ ചവിട്ടി നേരെ വന്ന് ഞങ്ങളുടെ ആദ്യത്തെ ബിൽഡിംഗ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് തിരിച്ച് അകത്തേക്ക് തിരിഞ്ഞതും ഇതാ എതിരെ വരുന്നു കുട്ടനാശാരി സാറ്. അദ്ദേഹം വീട്ടിൽ പോകാനായിട്ട് സൈക്കിളിൽ വരികയാണ്. സാറിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് പരിഭ്രമിച്ചു. സാറിനെ തൊഴണ്ടേ? സാറിനെ കണ്ട ഞാൻ എൻ്റെ 2 കൈയും വിട്ട് അദ്ദേഹത്തെ തൊഴു. സൈക്കിള് അപ്പം അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്, എടോ അരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഞാൻ താഴെ വീണു. അദ്ദേഹം സൈക്കിൾ സ്റ്റാൻഡിലിട്ടിട്ട് വന്ന് എന്നെ പിടിച്ച് പോക്കി. സൈക്കിൾ ചവിട്ടുമ്പോഴൊന്നും ഇങ്ങനെ തൊഴരുത് കേട്ടോ എന്ന് പറഞ്ഞ ഒരു രസകരമായൊരവസ്ഥയും ഞാൻ ഓർക്കുന്നു. പിന്നെ ജീവിതത്തിൽ ഒരു അധ്യാപകൻ്റെ അടി കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററായിരുന്ന കുട്ടമ്പിള്ള സാറിൻ്റെ കയ്യിൽ. പിന്നെ വീട്ടിൽ അടി കിട്ടിയിട്ടുള്ളത് പപ്പയുടെ കയ്യിൽ നിന്ന് ഒരേ ഒരു തവണ. മമ്മിയുടെ അടുത്ത് നിന്നൊക്കെ വളരെയേറെ നുള്ളും വെച്ചും അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പപ്പയുടെ മുമ്പിൽ വളരെ മാന്യനായിട്ടാണ് കഴിഞ്ഞിരുന്നത്. പക്ഷേ ഒരിക്കൽ ഒരു പ്രശ്നമുണ്ടായി, അതുകൂടി ഞാൻ പറഞ്ഞോട്ടെ. 7ാം ക്ലാസ്സിൽ ആണ്, അത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം എനിക്ക് പനി വന്നു. അപ്പം അന്ന് ഈ പനിക്ക് ഇന്നത്തെ പോലെ ക്രോസിനോ ഡോളോയോ അങ്ങനെയൊന്നുമല്ല. അന്നൊരു മിക്സ്ചറുണ്ട്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകമാണ്. അത് മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ കോൾഡ് മിക്സ്ചർ എന്ന് പറഞ്ഞിട്ട് അവർ അന്ന് ഈ ഒരു കമ്പൗണ്ടർ ഉണ്ടാവുമല്ലോ സ്കൂളിൽ, മെഡിക്കൽ സ്റ്റോറിൽ, അദ്ദേഹം ഇതൊക്കെ ചേർത്ത് തരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഉള്ളത് പറയണമല്ലോ, അയ്യോ ഭയങ്കര കയ്പും എരിവും ഒക്കെയാണ് ഈ സാധനം. അപ്പോൾ പപ്പ ഇത് മേടിച്ചുകൊണ്ട് വന്നു. പപ്പ ഒരു ഔൺസ് ഗ്ലാസ്സിലത് ഒഴിച്ചു.
എനിക്ക് തന്നു. ഞാൻ കുടിച്ചു. എൻ്റെ അമ്മ അത് താഴോട്ട് ഇറങ്ങുന്ന പാട് വല്ലാത്ത പാടാണ്. എങ്കിലും അത് കുടിച്ചു കഴിഞ്ഞ് പപ്പ പുറത്തേക്ക് പോകുമ്പോൾ പറഞ്ഞു, ഇനി ഇത്ര മണിയാകുമ്പോൾ മമ്മി ഈ മരുന്ന് തരും, അപ്പോൾ മക്കളെ കുടിക്കണം കേട്ടോ. ശരി പപ്പ. അപ്പോൾ പൊതിച്ചും കൂടി കിടക്കുക പനി കാരണം, ബ്ലാങ്കറ്റൊക്കെ പൊതിച്ച്. പപ്പ മമ്മിയെ ഏൽപ്പിച്ചിട്ട് പോയി. പക്ഷേ മമ്മി വന്ന് 2 മണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞ് വന്ന്, മോനെ മരുന്ന് കഴിച്ചിട്ട് കിടക്ക്, എണീക്ക്, നല്ല പനിയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഭയങ്കര കയ്പ്പാണത്, ഞാൻ കുടിക്കില്ല. അമ്മ വീണ്ടും പലതവണയും നിർബന്ധിച്ചു. അമ്മയൊന്ന് വിരട്ടി. പപ്പ വരും, പറയും, ഞാൻ പറഞ്ഞു കൊടുക്കും നീ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊരു ചെറിയ ഇടകളൊക്കെ ഉണ്ടായിട്ട് പറഞ്ഞു വേണ്ട. ഞാൻ തിരിഞ്ഞ് കിടന്നു. അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞ് പപ്പ വന്നു. ഉച്ച സമയമായി. പപ്പ ഊണ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നേരെ എൻ്റെ മുറിയിൽ വന്നു, എൻ്റെ കട്ടിലിരുന്നു, എൻ്റെ നെറ്റിയിലൊക്കെ തൊട്ട് തലയിലൊക്കെ തടകി. മോനെ പനി കുറവുണ്ടോടാ? കുറവുണ്ട്. ശരി, നീ മരുന്നൊക്കെ കഴിച്ചല്ലോ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഞാൻ അവിടെയും ഇവിടെയും തൊടാതെ എന്നിങ്ങനെ ഒന്ന് പറഞ്ഞു. അപ്പോൾ പോയി ഡ്രസ്സൊക്കെ മാറി തിരിച്ചു വന്നു. മക്കളെ ഞാൻ ഊണ് കഴിച്ച് വരാം, നിനക്കൊന്നും വേണ്ടല്ലോ, മമ്മി കുറച്ച് കഴിയുമ്പോൾ കഞ്ഞി തരും, കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ആ മുറിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് സബ് ഇൻസ്പെക്ടർ സത്യൻ്റെ കണ്ണുകൾ ആ മരുന്ന് കുപ്പിയിലേക്ക് ചെന്ന് ഉടക്കി. പപ്പ കൊടുത്തിട്ട് പോയ അതുപോലെ ഇരിപ്പുണ്ട് മരുന്ന് കുപ്പിയിൽ ബാക്കി മരുന്ന്. ഒന്നും മിണ്ടിയില്ല. പപ്പ പുറത്തേക്ക് അങ്ങ് പോയി. ഞാൻ വിചാരിച്ചു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പപ്പ ഇത് നോക്കിയെന്നും ഇതൊന്നും കണ്ടും മനസ്സിലാക്കിയെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിളി, കുഞ്ഞുമോനെ. എന്നെ വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞുമോനെന്നാണ്. എൻ്റെ ജ്യേഷ്ഠനെ മോനെ എന്നും എന്നെ കുഞ്ഞുമോനെ എന്നും അനിയനെ കൊച്ചു ബേബി എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ കുഞ്ഞുമോനെ എന്ന വിളി കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. ഞാൻ വേഗം ബ്ലാങ്കറ്റുമൊക്കെ കളഞ്ഞിട്ട് ഇന്നൊരു നിക്കറാണ് ഇട്ടിരിക്കുന്നത്, ഷർട്ട് പോലും ഇട്ടിട്ടില്ല. നേരെ ഓടി ഫ്രണ്ടിലേക്ക് പോയി. ഫ്രണ്ട് വരാന്തയിലെത്തിയപ്പോൾ ഞാൻ ഒന്നുകൂടി ഞെട്ടി. ഞങ്ങളുടെ വീടിന് മുമ്പിൽ ഒരു പേരമരമുണ്ട്. ആ പേരമരത്തിൽ നിന്ന് ഒരു കമ്പ് മുറിച്ച് അദ്ദേഹം റെഡിയാക്കുകയാണ് ചെത്തി. ഇവിടെ വേണം. അടുത്തേക്ക് പോയി നിക്കറങ്ങനെ വലിച്ചു പോക്കി ടപ ചെയ്യുന്ന 3 അടി. അപ്പോഴേക്കും മമ്മി ഓടി വന്നു. എന്താ ഈ കാണിക്കണം, അവന് പനിയല്ലേ, അവനെ അടിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അതും ഇഷ്ടപ്പെട്ടില്ല. മേലാൽ കള്ളം പറയരുത് കേട്ടോ, പോയി കിടക്കുക എന്ന് പറയാം. ഞാൻ വന്ന സ്പീഡിൽ തന്നെ അതിലേറെ സ്പീഡിൽ തിരിച്ചോടി മുറിയിലെത്തി, കയറി കിടന്നു. കമ്പിളിയെടുത്ത് പൊതിച്ച് കിടന്നു. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പപ്പ റൂമിൽ വന്നു, എൻ്റെ കട്ടിലിരുന്നു. എന്നെ നോക്കുന്നില്ല. പപ്പ കൈകൊണ്ട് എൻ്റെ തല തടകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് പപ്പയുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുക. മോനെ, തല പോയാലും കള്ളം പറയരുത് കേട്ടോ. അത് വലിയൊരു എൻ്റെ ജീവിതത്തിൽ ഉള്ള കൊച്ചു കൊച്ചു കള്ളങ്ങൾ പോലും പറയാൻ പാടില്ല എന്നുള്ളത് പപ്പ എന്നെ മനസ്സിലാക്കിയ ഒരു ദിവസമാണ്. ഞങ്ങളുടെ 3 കുട്ടികളിൽ എനിക്ക് മാത്രമേ അടി കിട്ടിയിട്ടുള്ളൂ, അതും ഇതിന്. അപ്പോൾ ഇത് പപ്പയുടെ നിന്ന് കിട്ടിയ അടി. മമ്മിയുടെ കിട്ടിയ അടികളൊന്നും നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം പലതവണ അടി കിട്ടിയിട്ടുണ്ട്. അത് ഇതുപോലെ ചൂരിലെടുത്തുള്ള അടിയൊന്നുമല്ല. ചിലപ്പോൾ കൈ കൊണ്ട് കൈമുട്ടിലോ കാലിലോ ഇവിടെ അടി കിട്ടിയിട്ടുണ്ട്, നുള്ളു കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ പിന്നെ കിട്ടിയ ഒരു സൈസബിൾ
ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡിക്കലായിട്ട് പറഞ്ഞാൽ നല്ല പ്രശസ്തമായ ഒരടി ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ കുട്ടമ്പിള്ള സാറിന്. അത് ഇനിയൊരവസരത്തിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ തന്നെ ഞാൻ പറയാം കേട്ടോ. തൽക്കാലം നിർത്തട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ക്ഷമയോടെ ഇത് കേട്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം.